അല്ല, ഇത് വളരെ വ്യക്തമാണല്ലോ. മുഖ്യമന്ത്രിയുടെ തണലിലാണ് ADGP ഉള്ളത് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമല്ല. മറ്റൊരു റിപ്പോർട്ടുകൾ ആര് കൊടുത്തു കഴിഞ്ഞാലും അത് മുഖ്യമന്ത്രി പിന്നെ അൻവർ പറഞ്ഞ പോലെ തന്നെ ചവറ്റുകുട്ടയിലേക്ക് പോകും. അൻവർ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം പത്രക്കാരെ കാണാനുള്ള കാരണം ആദ്യമാണ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നതെങ്കിൽ അത് ചവറ്റുകുട്ടയിലേക്ക് പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു. അത് കൃത്യമാണ്. ബാക്കിയുള്ള എല്ലാ റിപ്പോർട്ടുകളും ചവറ്റുകുട്ടയിലാണ് ഉള്ളത്. ADGP പറയുന്നത് മാത്രമേ മുഖ്യമന്ത്രി മുഖവിലേക്ക് എടുക്കൂ. അതുകൊണ്ട് അത് ADGPയുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണെന്ന് ഞാൻ വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി അല്ലാതെ ഒരു ADGP കേരളത്തിൽ പല കാര്യങ്ങളും ചെയ്യുന്നു. മാത്രമല്ല പിന്നെയും എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തെ തന്നെയാണ് ചുമതലപ്പെടുത്തുന്നത്. ഇപ്പോൾ വയനാട് ദുരന്തം ഉണ്ടായപ്പം അതിൻ്റെ ചുമതലയും ADGPക്ക് കൊടുക്കും. DGP എന്ന് പറയുന്നത് ഈ ഒരു ലഡുവിൻ്റെ മുകളിലുള്ള മുന്തിരി വയരി ഇങ്ങനെ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു അലങ്കാര പദവി മാത്രമാണ്. ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്ന ഈ കേരളത്തിൻ്റെ മുഴുവൻ കാര്യവും ADGP ആണ് നോക്കുന്നത്. അതിൻ്റെ മുഖ്യമന്ത്രി, ലോ ആൻഡ് ഓർഡറിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ്. അപ്പോൾ അത് നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു ശരിക്കുള്ള ബന്ധങ്ങൾ മനസ്സിലാവും. ഇത് ഞാൻ മാത്രം പറഞ്ഞാലല്ലോ. അവിടുത്തെ പിന്നെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുനിൽകുമാർ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് നേരിട്ട് അനുഭവിച്ച ഒരാളുടെ പ്രസ്താവന നമ്മൾ മുഖവിലേക്ക് എടുക്കണ്ടേ. അത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണല്ലോ. അല്ല, എത്ര കാലമായി നടക്കുന്നതാണ് ഈ തൃശ്ശൂർ പൂരം? എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ എത്രയും കാലത്തുണ്ടായിട്ടുണ്ടോ? ഇത് പോലീസ് അങ്ങനെയാണെങ്കിൽ തന്നെ പോലീസ് സംയമനത്തോടു കൂടിയല്ല അതിനെ സമീപിക്കേണ്ടത്. അതിനെ കലക്കുന്നു. അത് കഴിഞ്ഞ് ഒരു ആംബുലൻസിൽ BJPയുടെ സ്ഥാനാർത്ഥി എത്തുന്നു, അദ്ദേഹം നിന്നത് പരിഹരിക്കുന്നു. അതിൻ്റെ മുഴുവൻ ഗുണഫലങ്ങൾ BJPക്ക് കിട്ടുന്നു എന്നൊക്കെ വരുമ്പോൾ ഒരു ഗവൺമെൻറ് ഇവിടെ ഭരിക്കുന്നുണ്ടല്ലോ. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളല്ലേ. ഇപ്പോൾ ശബരിമല ഇതേപോലെ സംഭവങ്ങളുണ്ടായില്ലേ? ശബരിമലയിലും പോലീസിൻ്റെ അതിപ്രസരം ഉണ്ടായി. അപ്പം അവിടെ ഒന്നും ഈ വരുന്ന ഭക്തന്മാരെ ആരും പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്നാണോ പറയുന്നത്? ശബരിമലയിൽ വലിയ തിരക്കുണ്ടാകും എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ എങ്ങനെയായിരിക്കണം ഈ ലോ ആൻഡ് ഓർഡർ നിലനിർത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവണമല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊന്നും മുൻകൂട്ടി കാണാൻ പറ്റാത്തത്? കാരണം ഒന്നാമത് പോലീസ് മൊത്തത്തിൽ മുഖ്യമന്ത്രിൻ്റെ കൂടെ അങ്ങനെ പോവുകയാണ്. ആ പോകുന്ന പോലീസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ശബരിമല ആ സമയത്തൊക്കെ പോലീസിന് കാര്യങ്ങൾ നടത്താമായിരുന്നു. ഇത് വലിയൊരു ദുരന്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റേറ്റ്. നിങ്ങൾ ആനി രാജയൊക്കെ ആ കാലത്ത് ചെയ്ത പ്രസംഗങ്ങളും പ്രസ്താവനകളും ഒന്ന് വീണ്ടും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരന്നേ പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ RSS നെക്സസിനെ കുറിച്ച് ഏറ്റവും ആദ്യം സംസാരിച്ചത് ആനി രാജയാണ്. അപ്പോൾ എനിക്കിതിൽ CPI എന്താണ് പറയാനുള്ളതെന്നാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ CPIയും ദേവസ്വവും ഈ പറയുന്ന എല്ലാത്തിനും കാരണം ADGP ആണെന്ന് വ്യക്തമായി പറയുന്നുണ്ട്.